ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നല്ല പച്ചമാങ്ങ കൊണ്ട് ഒരു കറി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ പച്ചമാങ്ങ കറി? വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ 2 പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ വേവിക്കാൻ വെക്കുന്നുണ്ട്. ഞാനിവിടെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വിസിൽ അടുപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരേ ഒരു വിസിൽ മതി. മാങ്ങ ആയതുകൊണ്ട് അത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ആ ടൈം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂടി തേങ്ങ ചിരകിയതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വെളുത്തുള്ളിയാണ്, അത് കഷ്ണങ്ങളാക്കിയതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലാണ് ഞാനിവിടെ ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുക്കർ ഓൺ ചെയ്തു, വിസിലെല്ലാം പോയ ശേഷം. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറെല്ലാം കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്ന രീതിയിൽ ഞാൻ അതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണ് വെള്ളം വേണ്ടത് ആ ഒരു അളവിൽ നമുക്കത് ഒഴിച്ചു കൊടുക്കാം, വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഇത് ഉപ്പും എല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരണം. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നല്ല വെള്ളമായി പോകരുത്. കുറച്ചൊന്ന് കുറുകിയ ടൈപ്പ് ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇവിടെ ഇതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കറിക്ക് വേണ്ട താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയൊരു അളവിൽ മാത്രമേ ഞാൻ ഉലുവ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമ്മളത് വഴറ്റിയെടുക്കണം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. അതോടുകൂടി നമ്മുടെ താളിപ്പ് തയ്യാറായിട്ടുണ്ട്. അവിടെ ഈ കടുക് പൊട്ടിക്കലാണ് ഈ കറിയുടെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. അവസാനം ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ താളിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാവരുടെയും ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാൻ മറക്കരുതേ. നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.